അപ്പം നമ്മൾ ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇതാ എന്താ കറി വെക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ എപ്പോഴും വെക്കുന്ന ഫേവറേറ്റ് കറി തന്നെ കേട്ടോ, പരിപ്പ് കറി. അപ്പോൾ അതിലൂടെ കുറച്ച് മുരിങ്ങയിൽ ചേർത്തൊന്നു മാത്രം, മുരിങ്ങയും പരിപ്പും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെണ്ടിക്ക കറി വെക്കാനാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ ആ വെണ്ടിക്ക അങ്ങനെ മൂത്ത് പൊട്ടങ്ങയക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ദേഷ്യം വന്നിട്ട് അതവിടെ വെച്ചിട്ട് വേഗം നമ്മുടെ ചെടിയിൽ നിന്ന് 2 ഇല്ലി മുരിങ്ങ പൊട്ടിച്ചിട്ട് അത് തെഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അന്ന് പൊട്ടിച്ച കാരണം തെഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം 2 ഇല്ലി പൊട്ടിച്ചിട്ട് പരിപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ അതൊന്ന് പൊട്ടിച്ച് കൊണ്ടുവന്ന്, പിന്നെ മഴ പെയ്തത് കൊണ്ട് പിന്നെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചീര. അപ്പോൾ അത് അങ്ങനെ എടുത്തു. പിന്നെ ഒക്കെ ഇട്ട് പിന്നെ പരിപ്പ് കുക്കറിൽ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്തു. പിന്നെ അങ്ങനെ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ അതിലേക്കൊന്ന് കൂട്ടി കൊടുക്കണം. പിന്നെ ഒരു കഷ്ണം മത്തൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉപ്പേരി വെച്ചു. പിന്നെ പുറത്ത് നല്ല മഴ അങ്ങനെ ചാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴ അങ്ങനെ ചാറുന്നുണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ്. അപ്പോൾ ഇതാ റിൻഷി മോളാട്ടോ അവിടെ ഒന്ന് അടിച്ച് വരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് അവളോടൊന്നും എല്ലാവരും അടിച്ചു വിടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ ആളും ഇതൊക്കെ അടിച്ചുവിട്ടു. ഞാൻ ഇന്നലെ പിന്നെ തുടച്ച് അടിച്ചു വിട്ടു കേട്ടോ. പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു, അതൊക്കെ മെഷീനിലിട്ടു. ഇപ്പോൾ ഹാളൊക്കെ റൂമൊക്കെ അവളൊന്ന് അടിച്ചു വിടാമെന്ന് പറഞ്ഞപ്പോൾ അടിച്ചു വിടും കേട്ടോ. പിന്നെ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചമ്മന്തി അരക്കുക കേട്ടോ. അപ്പോൾ ഉമ്മക്ക് കഞ്ഞി കുടിക്കണം പറഞ്ഞപ്പോൾ ചമ്മന്തി കുറച്ച് അരച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് തേങ്ങയും ജീരകവും ഇട്ടിട്ടൊന്ന് അരക്കണം നമ്മുടെ പരിപ്പിലേക്ക്. അപ്പം ഞാൻ പരിപ്പ് അധികം വേവിക്കാണ്ട് ഇങ്ങനെ കുക്കറിലൊന്ന് അടിച്ചെടുക്കും കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇടുക, മുളക് പൊടി ഇടൂല. അപ്പോൾ കീരി പരിപ്പും കറി വെക്കുമ്പോൾ ഞാൻ മുളക് പൊടി ഇടൂല കേട്ടോ. പച്ചമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ കുറേ 2 ഇടും, എരിവില്ലാത്തന്നെ ഒരു 5-6 ഇടും കേട്ടോ. പിന്നെ ഇതാ നമ്മൾ വലിയ ജാറിൽ കുറച്ച് തേങ്ങ അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ പരിപ്പും മുരിങ്ങയും കറിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അവിടെ പരിപ്പിനോട് കുറച്ച് ഇഷ്ടമുള്ള കുട്ടികളാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് സാമ്പാറായാലും എന്ത് കറിയായാലും പരിപ്പിൽ കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തേങ്ങ ചേരുമ്പോൾ അതിൻ്റെ ഇത് കുറച്ച് പേർന്ന് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചിരട്ടപ്പൊട്ടുണ്ടോ നോക്കുകയാണ്. അപ്പോൾ തേങ്ങ കണ്ടാൽ പിന്നെ നല്ല തിന്നും ഞാനും. അപ്പോൾ ചില സമയത്ത് മധുരമുള്ള തേങ്ങ ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല എടുത്തെടുത്ത് തിന്നും. പിന്നെ ചിരവാൻ ഭയങ്കര മടിയാണ് കേട്ടോ. തേങ്ങ ചിരവാൻ ഭയങ്കര മടിയാണ്. പക്ഷേ തേങ്ങ ചാറ് അരച്ച് കറി വെക്കണതും ഇഷ്ടമാണ്. ചിരവാൻ വലിയ പണിയുമാണ്, മടിയാണ് കേട്ടോ. അത്യാവശ്യം തേങ്ങ ചിരവി വെക്കാൻ തേങ്ങക്കറി ഇഷ്ടം, പക്ഷെ ചിരവാനും ഭയങ്കര മടിയായിരിക്കും. അത് ഇങ്ങനെ ആക്കുമ്പോൾ കൈയൊക്കെ വേദനിച്ചിട്ട് പിന്നെ അത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ മൺചട്ടിയിൽ കേട്ടോ പരിപ്പ് പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ വേവിച്ച് അതിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മളിത് ഇങ്ങനെ ജീരകമൊക്കെ ഇട്ട് തേങ്ങയിൽ ജീരകമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അരച്ചെടുക്കുക കേട്ടോ. പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ, ഇനിയിപ്പോൾ തിങ്കളാഴ്ച സ്കൂൾ തുറക്കും. സ്കൂളില്ല പറഞ്ഞാൽ അംഗമാണ് കേട്ടോ മക്കൾ. പിന്നെ നമ്മൾ എവിടെയും വെക്കേഷനായിട്ട് എവിടെയും പോയിട്ടൊന്നുമില്ല. പിന്നെ അപ്പത്തിന് ഇതാ റിയാസ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കഴിക്കാനായോ ചോദിച്ചിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇപ്പോൾ തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വേഗം റിയാസ്ക്ക് പള്ളിയിലൊക്കെ പോയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതാ തേങ്ങ എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കൈകാലം വരില്ല കേട്ടോ. വേഗം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വിശന്നിട്ടായിരിക്കില്ലേ വരിക. അപ്പോൾ വേഗം ആക്കാൻ നോക്കും. അങ്ങനെ ഇതാ നമ്മുടെ പരിപ്പ് ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട് കേട്ടോ. വിസിലൊക്കെ വന്നപ്പോൾ ഞാൻ മൺചട്ടിക്ക് മാറ്റി കൊടുത്തു. പിന്നെ ഇതാ തേങ്ങ നല്ലപോലെ ഒന്ന് നല്ല പട്ടുപോലെ അരക്കും വേണ്ട, കുറച്ച് അരച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതിപ്പോൾ ആർക്കും വെക്കാൻ അറിയാത്തില്ലേ കറികളൊക്കെ. പിന്നെ വൈകുന്നേരം കുട്ടികൾക്ക് ഞാൻ കുറച്ച് എന്തെങ്കിലും എണ്ണക്കടി ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് നമുക്ക് കടലപ്പരിപ്പ് ഉണ്ടായിരുന്നു. കായ്ച്ചാറൊക്കെ പിന്നെ എപ്പോഴെങ്കിലും വെക്കുള്ളൂ. അപ്പം ഞാനത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് വൈകിട്ട് എന്തെങ്കിലും കടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. പരിപ്പ് വട കുറേ ദിവസമായി വിചാരിക്കണം ഉണ്ടാക്കി കൊടുക്കണം എന്ന്. അപ്പം ഞാൻ വെറുതെ കേടുവന്ന് പോണത് അതുകൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ പള്ളിയിൽ പോകുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ അത് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് അരി ഉഴുന്നും കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളെ എപ്പോഴും ഇപ്പോൾ സ്കൂൾ പൂട്ടിയ ശേഷം എപ്പോഴും ചപ്പാത്തി ഉപ്മാവ് അങ്ങനെയൊക്കെ ആയിരുന്നു. ആട്ടിയിട്ട് ഇഡ്ഡലി ദോശയും ചുട്ടിട്ട് കുറേ ആയിട്ടോ. എന്നാൽ നിർത്തിയതാണ്. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നൊക്കെ ആവശ്യം വരുമല്ലോ. അപ്പോൾ നമ്മളെ കടല ദോശയൊക്കെ. അപ്പോൾ ഞാനിന്ന് കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാമല്ലോ. ലീവ് ദിവസം ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ എല്ലാവരും കഴിക്കും. അല്ലാത്ത ദിവസം ഉണ്ടാക്കി ആർക്കും ഒന്നും വേണ്ട.
അങ്ങനെ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ തൂമിച്ച് ഒഴിച്ചാൽ മതി. അപ്പം എൻ്റെ കയ്യിൽ വറ്റലും മുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ കടുക് മാത്രം ഇട്ടിട്ടൊന്ന് തൂമിച്ചെടുക്കുക കേട്ടോ. മുളക് ഇല്ല. പിന്നെ കടക്ക് പിന്നെ അങ്ങോട്ട് പോകും വേണം. അപ്പോൾ അതും കൊണ്ടൊന്ന് തൂമിച്ചെടുത്തു. പിന്നെ മത്തൻ നമ്മുടെ ഓണത്തിൻ്റെ ബാക്കിയുള്ള മത്തനാട്ടോ, റിയാസ് കരിമ്പ് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് കുറച്ച് പേരിയും വെച്ചു. അപ്പോൾ നമ്മുടെ അത് നമ്മൾ അണ്ണക്കുട്ടിയാണ്. അപ്പോൾ നമ്മുടെ ചോറും പരിപ്പ് മുരിങ്ങക്കറി മത്ത ഉപ്പേരി ഒക്കെ ആയിട്ടോ. മഴയാണ്, അപ്പം മോട്ടർ ഇടാൻ പോകട്ടെ. അപ്പം നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ സ്റ്റെപ്പാണ് ആദ്യം ഇറങ്ങുക. പക്ഷെ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ മേത്തൊക്കെ വെള്ളം ഇട്ടു കേട്ടോ. പക്ഷെ ഇനിയിപ്പോൾ മഴക്കാലം കഴിയാൻ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഇത് ക്വാർട്ടേഴ്സ് അല്ല കേട്ടോ, ഇവിടെ ക്യാമറ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇറങ്ങണം. നമ്മുടെ മോട്ടറിൻ്റെ സെറ്റപ്പ് ഇതിങ്ങനെ ആക്കിയാൽ നമുക്ക് മറിച്ച് അത് കടത്തിയ ഇതിങ്ങനെ ആക്കിയാൽ നമുക്ക് കയറും, ഇതിങ്ങനെ ആക്കിയാൽ അവർക്ക് കയറും കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ വരണം മുകളിൽ നിന്ന് തിരിക്കാനും കയറാനൊക്കെ. നമ്മുടെ കുഞ്ഞാപ്പൂ വേസ്റ്റൊക്കെ ഇവിടെ ഇട്ടോ ഇടുക. തെങ്ങിൽ കോഴി കുഞ്ഞാപ്പൂന് വിട്ടിട്ടുണ്ട് കേട്ടോ, കാണാമല്ലോ അവനെ. ഇവിടെയൊക്കെ എന്തെങ്കിലും വെച്ചാലൊക്കെ പിടിക്കും. എവിടെ എനിക്ക് ഒഴിവ്, ഇവിടെ വേസ്റ്റ് ഇടും. അപ്പുറത്തെ തൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞാപ്പൂനെ കാണാമല്ലോ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അവൻ. അപ്പോൾ അവ ഒരു സമയമാകുമ്പോൾ വരും കേട്ടോ. പിന്നെ റിയാസ്ക്കൊക്കെ ചോറൊക്കെ കൊടുത്ത് റജിക്കുട്ടിക്കും രണ്ടാളിന് റീസും റജിക്കുട്ടിനൊക്കെ കുളിപ്പിച്ച് കൊടുത്ത് അവർക്കും ചോറൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങളും കഴിച്ചു കേട്ടോ. അങ്ങനെ ഫാത്തുക്കുട്ടിക്ക് കേട്ടോ ആദ്യം കൊടുക്കുക നമ്മൾ. പിന്നെ എല്ലാവരും കഴിച്ച്, ഞാനും റജിക്കുട്ടിക്കും വാരി കൊടുത്ത് ഞാനും കഴിച്ചു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മുരിങ്ങയും പരിപ്പ് മത്തനൊക്കെ ഇങ്ങനെ കറി വെച്ച് കഴിച്ചു നോക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ചിലർക്കൊന്നും ഇഷ്ടാവില്ല, എന്നാലും വെച്ച് കഴിച്ചു നോക്കാം കേട്ടോ, നല്ല ഹെൽത്തിയും അല്ലേ. പിന്നെ അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് വട ഉണ്ടാക്കി തട്ടിയിട്ട് നോക്കുക കേട്ടോ. നമ്മുടെ പരിപ്പ് വട കുരിപ്പ് വട ആയി പോയി കേട്ടോ. അപ്പോൾ പരിപ്പ് വട എന്ന് പറഞ്ഞ് തിന്ന അത്ര തന്നെ കേട്ടോ. അത്ര ടേസ്റ്റ് കുഴപ്പമില്ല, സംഭവം വടൻ്റെ ഒരു ഷേപ്പ് കിട്ടിയില്ല കേട്ടോ. എനിക്ക് പരിപ്പ് വട പോയി കുരിപ്പ് വട ആയി പറഞ്ഞ പോലെ അതൊരു വടൻ്റെ ഒരു ലെവല് കിട്ടിയില്ല കേട്ടോ. എപ്പോഴും നന്നായി ഉണ്ടാക്കണതാണ്. ഇന്ന് എന്തോ കടലയിൽ കുറച്ച് വെള്ളം അധികമായി കേട്ടോ, അതുകൊണ്ട് തന്നെ അത് കുരിപ്പ് വടയായി പോയി, ശരിയായി വന്നില്ല. എന്നാലും നമുക്ക് വെറുതെ ചായൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ കഴിക്കാം കേട്ടോ. പിന്നെ കുട്ടികൾക്ക് വൈകുന്നേരം മഴയല്ലേ, വെറി പിടിച്ചിരിക്കുമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഉള്ള കടലേനെ തട്ടിക്കൂട്ടിയിട്ട് ഞാൻ ഒരു പരിപ്പ് വട ഉണ്ടാക്കിയത്. അങ്ങനെ ഞാൻ കുരിപ്പ് വടനൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അതൊരു എന്താ പറയുക, വട ഷേപ്പ് ആയില്ല, എന്നാലും നമുക്കൊരു ടേസ്റ്റിൽ ഇങ്ങനെ കഴിക്കാമെന്ന് മാത്രം. പിന്നെ ഞാൻ അപ്പുറത്തെ കറണ്ടടുപ്പിൽ ചായയും വെച്ചു. പിന്നെ ഇനി എല്ലാവർക്കും കൂടെ കൊടുക്കട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അതിൻ്റെ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാം കേട്ടോ.